ഡാർക്ക് നെറ്റ് പോസിബിലിറ്റി എന്താണെന്ന് അറിയണ്ടേ? ഈ അതായത് ഇൻ്റർനെറ്റിൻ്റെ ഏറ്റവും പരമമായ ഒരു സാധ്യതയാണ് ഇത്തരം വൃത്തികെട്ട കാര്യത്തിന് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചതെന്നുള്ളതാണ് ഡാർക്ക് വെബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഡാർക്ക് നെറ്റിൻ്റെ വിശദാംശങ്ങൾ കേട്ടുള്ളൂ. കാരണം ഒരു മലയാളിയുടെ ബുദ്ധിവൈഭവം എത്രമാത്രം നെറികേടിന് വേണ്ടി അയാൾ ഉപയോഗിച്ചു എന്നുള്ളത് കാണണമെങ്കിൽ ഈ ഡാർക്ക് നെറ്റിലെ ലഹരി വിൽപ്പനയെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയണം. അതിലേക്കാണ് ഈ ഒരു എക്സ്പ്ലെയിനർ പോകുന്നത്. ഇന്റർനെറ്റിന്റെ ഇരുണ്ട ഇടനാഴിയാണ് ഡാർക്ക് നെറ്റ്. സാധാരണ ബ്രൗസറുകളോ സെർച്ച് എഞ്ചിനുകളോ ഉപയോഗിച്ച് ഡാർക്ക് നെറ്റിൽ പ്രവേശിക്കാൻ കഴിയില്ല. ഇതിനായി ടോർ പോലുള്ള പ്രത്യേക സോഫ്റ്റ്വെയറുകളും കോൺഫിഗറേഷനുകളും ആവശ്യമാണ്. സാധാരണ ഇന്റർനെറ്റിൽ നിന്ന് വ്യത്യസ്തമായി എൻക്രിപ്റ്റ് ചെയ്തതും അജ്ഞാതമായ അവസ്ഥ ഉറപ്പാക്കുന്നതുമായ നെറ്റ്വർക്കുകളാണ് അവ. 1970-കളിൽ ആർപാനെറ്റിന്റെ ഭാഗമായി രൂപപ്പെട്ട ഡാർക്ക് നെറ്റ് എന്ന ആശയം പിന്നീട് എൻക്രിപ്റ്റ് ചെയ്ത നെറ്റ്വർക്കുകളായി വികസിച്ചു. ഇതിലെ വെബ്സൈറ്റുകൾക്ക് സാധാരണ .com എന്നതിനു പകരം .onion എന്നവസാനിക്കുന്ന വിലാസങ്ങളായിരിക്കും. ഉപയോക്താവിന്റെ IP വിലാസം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പലതവണ എൻക്രിപ്റ്റ് ചെയ്യപ്പെട്ട് പല സെർവറുകളിലൂടെ കടന്നുപോകുന്നതിനാൽ ഉപയോഗിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ അജ്ഞാതാവസ്ഥ തന്നെയാണ് ഡാർക്ക് നെറ്റിന്റെ പ്രധാന സവിശേഷതയും ഒപ്പം വെല്ലുവിളിയും. മയക്കുമരുന്ന് കച്ചവടം, ലൈസൻസ് ഇല്ലാത്ത ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും വിൽക്കൽ, കുട്ടികളുടെ ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട ഉള്ളടക്കങ്ങൾ, ഹാക്ക് ചെയ്ത ഡേറ്റ, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ, വ്യാജരേഖകൾ എന്നിവയുടെ വിൽപ്പന ഡാർക്ക് നെറ്റ് വഴിയാണ് നടക്കുന്നത്. നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ പോലുള്ള ഏജൻസികൾ ഡാർക്ക് നെറ്റ് വഴിയുള്ള മയക്കുമരുന്ന് ശൃംഖലകൾ തകർത്തിട്ടുണ്ട്. റിസർച്ച് ഡെസ്ക് 24.